ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചോറിനും കഞ്ഞിക്കും എല്ലാം കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഇത് ഞാൻ മുതിര വച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. നമുക്ക് മലയാളികൾക്ക് ആർക്കും അധികം പരിചയമില്ലാത്തൊരു ധാന്യമാണിത് മുതിര. നല്ല ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ധാന്യമാണിത്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ ഇതൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ എല്ലിനും പല്ലിനും എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ വണ്ണം കുറയാനും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ധാന്യമാണ് ഈ മുതിര എന്ന് പറയുന്നത്. തോരൻ വച്ചിട്ടും കറി വച്ചിട്ടും എങ്ങനെയും കഴിക്കാം ഇത്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ ഒരു എളുപ്പത്തിലൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ചൂടായ ഒരു പാനിലേക്ക് ഒരു അരക്കപ്പ് മുതിര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡ്രൈ ആയിട്ടൊന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഡ്രൈ ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇത് ശരിക്ക് പാകമാകുന്ന സമയത്ത് ഇതിൻ്റെ കളറെല്ലാം മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇത് ഒന്ന് പൊട്ടാനും തുടങ്ങും. അപ്പോൾ ആ സമയത്താണ് ഇത് ശരിക്ക് അതിൻ്റെ മൂപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. എണ്ണയില്ലാത്തതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം, അടുക്കി പിടിക്കാതെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലാം ഒരുപോലെ കളറ് മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളറാകുന്ന സമയത്തേക്ക് വരെ അത്രയും സമയം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ ഈ മുതിര. അപ്പോൾ ഇത് കറി വെച്ചിട്ടായാലും തോരൻ വെച്ചിട്ടായാലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയെല്ലാം കഴിക്കാനായിട്ട് നമ്മൾ സാധാരണ പയർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ രീതിക്കുള്ള എല്ലാ കറികളും ഈ മുതിര വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. ചമ്മന്തി എല്ലാം അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മസാലയെല്ലാം ചേർത്തിട്ടുള്ള കറിയെല്ലാം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റിയാണിത്. ഇപ്പോൾ അതിങ്ങനെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കളറ് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കണം. അത് വാഷ് ചെയ്യാതെയാണ് ഇപ്പോൾ ഇത് വറുക്കാനായിട്ട് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് വാഷ് ചെയ്യാനായിട്ട് ഇടണം. ഇപ്പോൾ ആ കളറ് ശരിക്കും മാറിയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു വേറൊരു ഇത് തന്നെ ഇരുന്നാലും ഓഫ് ചെയ്ത് വെച്ചാലും ഇത് തന്നെ ഇരുന്നാൽ പിന്നെയും ചൂടാവും. അപ്പോൾ ചൂടാവുന്നതുകൊണ്ട് തന്നെ ഞാനതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കും. ഇപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ഇങ്ങനെ കളറ് മാറിയിട്ടുണ്ട്. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് കഴുകി എടുക്കുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് വേറെ ചമ്മന്തിക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ആവശ്യമുണ്ട്. ചൂടാറാനായിട്ട് നമുക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ വേണം കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ പാൻ വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 8-10 ചുമന്നുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ട് 8-10 ചുമന്ന മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഡ്രൈ ആയിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്, എണ്ണയൊന്നും ചേർത്തിട്ടില്ല. എണ്ണയൊന്നും ചേർക്കാതെ തന്നെ നല്ലപോലെ ഇത് നല്ല ഡ്രൈ ആയിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക, ഇതൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണ ചേരാത്തതുകൊണ്ട് തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. അത് എണ്ണ ചേർക്കുമ്പോഴാണ് അത് വറക്കൽ ആകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒട്ടും ഒരു തുള്ളി പോലും എണ്ണ ഞാൻ ചേർക്കുന്നില്ല ഈ ചമ്മന്തിയിലേക്ക്. അപ്പോൾ ഈ ചുമന്ന മുളകും ഉള്ളിയും ശരിക്കും ഒന്ന് വറുത്ത് കിട്ടണം. അതുപോലെ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ചുട്ട പോലെ ആയി കിട്ടണം. അപ്പോൾ ആ സമയത്ത് ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുളിയും ഇതിലേക്ക് എല്ലാം നമുക്കൊന്ന് ചൂടാക്കിയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഉള്ളിയും മുളകും ഇതെല്ലാം ഒന്ന് പുളിയെല്ലാം ചൂടാക്കാതെ നമുക്ക് അരയ്ക്കാം കേട്ടോ. മുതിര മാത്രം വറുത്താലും മതി, അതൊന്നും ചൂടാക്കണം നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് ചുട്ടിട്ട് അരയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെയും വെള്ളമയം എല്ലാം ഒന്ന് പോയി കിട്ടണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് തേങ്ങ തിരുമിയതും ചൂടാക്കി എടുക്കുന്നുണ്ട്. തേങ്ങയെല്ലാം നമുക്ക് ചൂടാക്കാതെയും ഈ ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടിയും ഇതുപോലെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചെടുക്കുമ്പം ശരിക്കും നമ്മൾ പണ്ടെല്ലാം കഴിക്കുന്ന തേങ്ങ ചുട്ട ചമ്മന്തിയുടെ ആ ഒരു ടേസ്റ്റും കൂടിയും ഉണ്ടാവും ഇതിൻ്റെ കൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങയും കൂടെയും ഇതുപോലെ ഒന്ന് വറുത്ത് ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ ആ തേങ്ങയും ശരിക്ക് ഉള്ളി മുളക് ഇതെല്ലാം ശരിക്കും ഒന്ന് കളറ് മാറി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതാക്കിയത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചിയുടെയും പച്ചച്ചൊവ പോകുന്നവരേക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഇത് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും മുതിര നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരുന്നു. അപ്പോൾ അതും നമുക്കൊരു
ചൂടാറി കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മളിത് കഴുകി വൃത്തിയാക്കി എടുത്തത്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് തേങ്ങ, ഉള്ളി, മുളക് അതെല്ലാം വറുത്ത് വെച്ചിരുന്നത് ഇതേ സെയിം പ്ലേറ്റിലേക്ക് നമുക്ക് അതും ഒന്ന് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതും ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വെള്ളമോ എണ്ണയോ ചേർക്കുന്നില്ല ഇതിൽ. വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കാതെയാണ് ഇത് നല്ലപോലെ അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് അരച്ചെടുക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് അരച്ചാൽ മതി. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ആദ്യം ഒരു റൗണ്ട് ഒന്ന് അരച്ചെടുത്തു. അപ്പോൾ ഈ അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ശരിക്കൊന്നും അരഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും എരിവും എല്ലാം ഒന്ന് നോക്കാൻ പറ്റും. ഉപ്പും എരിവും എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം പാകമായിരുന്നു. ഉപ്പും എരിവും പുളിയും എല്ലാം നല്ല പാകത്തിന് ഉണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മുകളിലുള്ള അതൊന്ന് തിരിച്ച് നമുക്കിത് ശരിക്കും ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഉരുട്ടിയെടുക്കാൻ പാകത്തിന് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ ഇലയും ഇതെല്ലാം കുറച്ചും കൂടെ ഒന്ന് അരയാനുണ്ട്. അങ്ങനെ അരയ്ക്കാൻ അത് ഫുള്ള് അങ്ങനെ ശരിക്കും അരച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ചമ്മന്തി ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള അളവിലായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അമ്മിക്കല്ലെല്ലാം അരയ്ക്കുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള അളവിൽ പാകത്തിന് വെള്ളത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ ആ ഇലയും ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് യോജിപ്പാകാനായിട്ട് ഒന്നും കൂടെ ഒന്ന് 2-3 സെക്കൻഡും കൂടെ ഒന്ന് കറക്കിയെടുത്തു ഞാൻ. അതിന് ശേഷം ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മുതിര ചമ്മന്തിയുടെ റെസിപ്പി. നല്ല ഹെൽത്തിയാണ് കേട്ടോ. ചോറിൻ്റെയും കഞ്ഞിയുടെയും എല്ലാം കൂടെ ഈ ഒരു സ്പൂൺ മാത്രം മതി. നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും എന്തോരം ചോറ് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് രുചിയുള്ള ചമ്മന്തിയാണ്. പുളിയും എരിവ് ഉപ്പും എല്ലാം ഇഞ്ചിയുടെ ടേസ്റ്റും അതുപോലെ തന്നെ ചൂടാക്കിയ തേങ്ങയാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വേറെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് അരച്ചിരിക്കുന്ന ചമ്മന്തിക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ വീണ്ടും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും ഹെൽത്തി ആയിട്ടും ഉള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക് യു.